കൊല്ലം തട്ടുകടയിൽ ചായ കുടിക്കാൻ എത്തിയവർക്ക് നേരെയും ബസ് കാത്തു നിൽക്കുകയായിരുന്ന അച്ഛനും മകനും കച്ചവടക്കാർക്കും ട്രാൻസ്ജെൻഡർമാർക്കും നേരെയും എസ്ഐയുടെ അതിക്രമ പരമ്പരയെ തുടർന്ന് പ്രതിഷേധം ശക്തമായതോടെ എസ്ഐയെ സസ്പെൻഡ് ചെയ്തു. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ. കാണിക്കുന്നതാ സാധ്യത പെണ്ണുങ്ങളാണ് നമ്മൾ ഉപദ്രവിക്കേണ്ട ആവശ്യം എന്താ? നടപടിയെടുക്കും. അത് നമ്മളിരിക്കും. നിങ്ങൾ നടപടിയെടുക്കും. അത് നമ്മളിരിക്കും. ഇന്നലെ കൊല്ലത്ത് വേറെ സ്ഥലങ്ങൾ നടന്ന എപ്പോഴും വനിതാ പോലീസില്ല സർജറി ചെയ്തവരുടെ ദേഹത്തോടെ ആരെ അധികാരം ഇന്ന് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധവുമായി KSU ഈ കമ്മീഷണർ ഓഫീസിലേക്ക് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് രാവിലെ KSUവിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായ സയ്യിദിനെയും പിതാവ് നാസറിനെയും കൊല്ലം ഈസ്റ്റ് സ്റ്റേഷനിലെ SI സുമേഷിൻ്റെ നേതൃത്വത്തിൽ രാവിലെ അവർ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട് പുട്ടൽപുത്തൂർ പള്ളിയിൽ പോയിട്ട് ട്രെയിനിൽ വന്ന് കൊല്ലത്തിറങ്ങി അതിനുശേഷം വീടായ കരിക്കോടേക്ക് പോകാനായിട്ട് ചിന്നക്കട ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു. ആ ബസ് സ്റ്റാൻഡിൽ ഈ SI എത്തുകയും തൊട്ടപ്പുറത്ത് നടന്ന കടയിൽ എന്തോ സംഘർഷവും ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന സെയ്ദിൻ്റെ വാപ്പായെടുത്ത് നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് സെയ്ദിൻ്റെ വാപ്പായെ ചോദിക്കുകയും വാപ്പ മറുപടി പറഞ്ഞത് ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ കോൺഗ്രസിൻ്റെ ഡിവിഷൻ പ്രസിഡൻ്റാന്ന് പറഞ്ഞപ്പോൾ നീ രാഷ്ട്രീയം പറയുന്നോടാ എന്ന് പറഞ്ഞ് പിതാവിനെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു ഇത് നമ്മളെല്ലാവരും രാവിലെ പല മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇത്തരത്തിലേക്കുള്ള നടപടിയുമായി കൊല്ലം ഈസ്റ്റ് സ്റ്റേഷനിലെ SI അടക്കം പോവുകയാണെങ്കിൽ കൃത്യമായി തന്നെ KSU ജില്ലാ കമ്മിറ്റി പറയുകയാണ്, ഈ SIയെ ഇവിടെ വെച്ചു ഉറപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് ഇത്രയും ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളുണ്ടായിട്ടും ഇവിടുത്തെ മെയിൻ പ്രിൻസിപ്പൽ SI വെള്ളമടിച്ചിട്ട് മദ്യപിച്ചിട്ടാണ് ഇന്ന് ഈ പറഞ്ഞ KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അടക്കം മർദ്ദിക്കുന്ന ഒരു തരത്തിലേക്ക് മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പോലീസുകാർ എങ്ങനെയാണ് പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നത്? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ACP അടക്കമുള്ള ആളുകൾ കൃത്യമായി നടപടി എടുക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ SIക്കെതിരെ നിരന്തരം പരാതി സ്റ്റേഷനിൽ തന്നെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ SIക്കെതിരെ കൃത്യമായി നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ KSUവിൻ്റെ കമ്മീഷണർ ഓഫീസ് മാർച്ച് ഉൾപ്പെടെ നടത്തും. ഇന്നിപ്പോൾ ACP വൈകിട്ടത്തിനുള്ളിൽ SIയെ സസ്പെൻഡ് ചെയ്യുമെന്ന് കൃത്യമായി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. പത്രമാധ്യമങ്ങളെല്ലാവരും കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാണ്. ഇത്തരത്തിലേക്കുള്ള നടപടി ഇനിയും വൈകിയാൽ KSU വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു മാത്രം പറഞ്ഞുകൊണ്ട് നടത്തുന്നു. കൊല്ലം ഈസ്റ്റ് SI ടി സുമേഷിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കൃത്യനിർവഹണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നും ജനങ്ങളോട് മോശമായി പെരുമാറിയെന്നുമുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ A. പ്രദീപ് കുമാറിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ കൊല്ലം SP S. ഷെരീഫിനെ കമ്മീഷണർ ചുമതലപ്പെടുത്തി. ലിങ്ക് റോഡിലുള്ള കടയിലെത്തിയ SI സുമേഷ് ഇവിടുത്തെ കച്ചവടക്കാരനെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇവിടെ വെച്ച് ട്രാൻസ്ജെൻഡർമാരെയും ലാത്തി കൊണ്ട് അടിച്ചോടിച്ചു. പുലർച്ചെ 4:00 റെയിൽവേ സ്റ്റേഷന്റെ 2ാം ടെർമിനലിന് മുന്നിൽ ചിന്നക്കടയിലെ തട്ടുകടയിൽ ചായ കുടിക്കുകയായിരുന്ന തട്ടമല മേവറം സ്വദേശി ജിഷ്ണു എന്ന യുവാവിനെ മർദ്ദിച്ചു. സുഹൃത്തുക്കളും മറ്റുമടങ്ങുന്ന 4-അംഗ സംഘത്തോടൊപ്പം വന്നതായിരുന്നു ജിഷ്ണു. തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന അച്ഛനും മകനും നേർക്കായി തുടർന്ന് പരാക്രമം. കരിക്കോട് സ്വദേശിയും KSU ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ സെയ്ദ് മുഹമ്മദും കരിക്കോട് ഡിവിഷൻ കോൺഗ്രസ് പ്രസിഡന്റായ പിതാവ് നാസറുമാണ് മർദ്ദനത്തിന് ഇരയായത്.
നാസറും സെയ്ദും ബസ് കയറാനായി എത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സമീപത്തെ തട്ടുകടയിൽ നിന്ന് ബഹളം വച്ച് ഇറങ്ങുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് എസ് ഐ സുമേഷ് സെയ്ദിന്റെ അടുത്ത് വന്ന് നീ മദ്യപിക്കുമോടാ എന്ന് ചോദിച്ചു. മദ്യപിക്കില്ലെന്നും മകനോടൊപ്പം ട്രെയിൻ വന്നിറങ്ങിയതാണെന്നും ടിക്കറ്റ് കാണിക്കാമെന്നും സെയ്ദ് മറുപടി പറഞ്ഞു. എന്നാൽ ഊതാൻ ആവശ്യപ്പെട്ടതോടെ താൻ പൊതുപ്രവർത്തകനാണെന്നും കരിക്കോട് കോൺഗ്രസ് ഡിവിഷണൽ പ്രസിഡന്റാണെന്നും വ്യക്തമാക്കിയെങ്കിലും മർദ്ദിച്ചതായി നാസർ പറഞ്ഞു. തടയാനെത്തിയ സെയ്ദിനെയും മർദ്ദിച്ചു. വസ്ത്രം വലിച്ചു കീറുകയും മൊബൈൽ ഫോണും കണ്ണടയും പൊട്ടിക്കുകയും ചെയ്തു. തുടർന്ന് സെയ്ദിനെ പോലീസ് വാഹനത്തിൽ കയറ്റി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. സ്റ്റേഷനിലെത്തിയ ശേഷവും മർദ്ദിച്ചതായും പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നതായും സെയ്ദ് ആരോപിച്ചു. ജോലി തടസ്സപ്പെടുത്തിയെന്നും തങ്ങൾക്ക് മർദ്ദനമേറ്റെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ട്രാൻസ്ജെൻഡർമാരെ മർദ്ദിച്ച കേസിലും ഈസ്റ്റ് എസ് ഐക്കെതിരെ നിയമ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ട്രാൻസ്ജെൻഡർമാർ കൊല്ലം എയർ ക്യാമ്പിന് മുന്നിലെ റോഡ് 3/4 മണിക്കൂറോളം ഉപരോധിച്ചു. കഴിഞ്ഞ രാത്രിയിൽ ആശ്രമം ലിങ്ക് റോഡിൽ വെച്ചാണ് ട്രാൻസ്ജെൻഡർമാരെ ഈസ്റ്റ് എസ് ഐ സുമേഷ് മർദ്ദിച്ചത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രകടനമായി എത്തിയ ട്രാൻസ്ജെൻഡർമാരെ പോലീസ് ഇരുമ്പ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ ഇവർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് AR ക്യാമ്പിന് സമീപം പ്രതിഷേധക്കാരെ തടഞ്ഞു. തുടർന്നാണ് ഇവർ റോഡ് 3/4 മണിക്കൂറോളം ഉപരോധിച്ചത്. ACPS ഷെരീഫ് സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും SIക്കെതിരെ നടപടിയെടുക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറാൻ ട്രാൻസ്ജെൻഡർമാർ തയ്യാറായില്ല. ഒടുവിൽ SIക്കെതിരെ നടപടിയെടുത്തുവെന്ന് കമ്മീഷണർ അറിയിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് കേരളം, കൊല്ലം. ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാലാവധി 1 വർഷം. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ്. കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ആയതിനാൽ ഓപ്പറേറ്ററുമാകാം, ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും 24 വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു. താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഫീസ് തവണകളായി അടയ്ക്കാം. പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുക. JCB, മൊബൈൽ ഹൈഡ്രാ ക്രെയിൻ, ഫോക്ക് ലിഫ്റ്റ് മാനുവൽ, ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്, ഫോക്ക് ലിഫ്റ്റ് ഇലക്ട്രിക്കൽ, ടെലസ്കോപ്പിക് ഹെവി ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ, ബോബ്കാറ്റ്, ഷോവൽ, ഡോസർ, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ ബൂം ലോഡർ, ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ 14 എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു. ഇതിനൊപ്പം 4 വീലർ ഇല്ലാത്തവർക്ക് 4 വീലറും കൂടെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം. ഇന്നു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ.